പറഞ്ഞതും പറഞ്ഞതിലേറെയും ചെയ്ത് പത്തരമാറ്റോടെ 10ാം വാർഡ്. നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് ജനപ്രതിനിധിയായി കഴിഞ്ഞ 5 വർഷക്കാലം വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വിവേചനമില്ലാതെ ഊർജ്ജസ്വലമായി നേതൃത്വം നൽകി ജനമനസ്സുകളിൽ ഇടം നേടിയ വ്യക്തിത്വമാണ് ഷിജി കൊട്ടാരക്കൽ. എതിരാളികൾക്ക് പോലും എതിരഭിപ്രായമില്ലാത്ത ജനങ്ങൾക്കിടയിൽ അവരിലൊരാളായി സൗമ്യതയോടെ ഒപ്പം നടക്കുന്ന നാട്ടിൻപുറത്തുകാരി. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് ഷിജിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാൻ സഹായം നൽകുന്ന കേരള സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതിയായ ലൈഫിൽ ഉൾപ്പെടുത്തി അർഹരായവർക്ക് വീട് നിർമ്മാണത്തിന് സഹായം നൽകി. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ കട്ടിൽ വിതരണം വാർഡിലെ അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 11ഓളം കുടുംബങ്ങൾക്ക് കിണറും വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി 25ഓളം കുടുംബങ്ങൾക്ക് കക്കൂസ് നിർമ്മാണത്തിനും ധനസഹായം നൽകി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അസൗകര്യങ്ങളിൽ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന SC വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനമുറി, പഠനോപകരണങ്ങൾ, സ്കോളർഷിപ്പ്, ലാപ്ടോപ്പ് എന്നിവ ലഭ്യമാക്കി. പഠന മേഖലകളിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് നിർധനരായ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് മികച്ച ഇടപെടലാണ് നടത്തിയത്. പശ്ചാത്തല മേഖലയിൽ വലിയ മുന്നേറ്റമാണ് വാർഡിൽ 5 വർഷ കാലയളവിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. റോഡുകളുടെയും നടപ്പാതകളുടെയും നവീകരണത്തിന് ഏറെ പ്രാധാന്യം നൽകി. കൊളപ്പോട്ട് മീത്തൽ ഇടവലത്ത് കണ്ടിത്താഴ റോഡ് 135 മീറ്റർ റോഡ്, ഇത് തികച്ചും പ്രൈവറ്റ് ആയിട്ടുള്ള റോഡായിരുന്നു. എങ്കിലും നമ്മളെ പഞ്ചായത്ത് നമ്മളെ മെമ്പർ വളരെ കൃത്യമായി അതിലിടപെട്ട് നമുക്ക് തൊഴിലുറപ്പിൻ്റെ പദ്ധതിയിൽപ്പെടുത്തി ഇത് കോൺക്രീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. 19.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കായൽമുക്ക് എടവനമീത്തൽ റോഡ് നവീകരിച്ചത്. കൂടാതെ വെള്ളിയാറക്കണ്ടി കല്ലങ്കോട്ട് താഴെ റോഡ്, കിളിയാലൻകണ്ടി സഹകരണ റോഡ്, പാലയാട്ട് പൊറേരി റോഡ്, മടത്തിക്കണ്ടി റോഡ്, പുലിക്കോട്ട് താഴെ കനാൽ റോഡ് എന്നിവ നവീകരിച്ചു. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമീണ ജീവിതം മനോഹരമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് നേതൃത്വം നൽകിയ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് PM കുഞ്ഞിക്കണ്ണൻ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിജി കൊട്ടാരക്കൽ, ഇവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിലവിലുള്ള റോഡുകളുടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനും മറ്റു റോഡുകളുടെ നവീകരണത്തിനും കൂടി 43 ലക്ഷത്തിലധികം രൂപ ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട്. ഇത് പൂർത്തിയാവുന്നതോടുകൂടി വാർഡിലെ പ്രധാന റോഡുകളെല്ലാം ഗതാഗത യോഗ്യമാവും. വാർഡിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു. പ്രവർത്തനക്ഷമമല്ലാത്ത തെരുവ് വിളക്കുകളുടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. വാർഡിൽ 2 അംഗൻവാടികളാണ് പ്രവർത്തിക്കുന്നത്. വലിയ പറമ്പ് അംഗൻവാടി ഇക്കാണുന്ന തരത്തിൽ മുഖച്ഛായ മാറ്റിയെടുക്കുന്നതിൽ മെമ്പറുടെ പ്രവർത്തനം ശ്രദ്ധേയമാണ്. വെള്ളിയൂർ അംഗൻവാടിയുടെ നവീകരണത്തിനും വെള്ളിയൂർ ജനകീയ വായനശാലയുടെ വയറിംഗ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിലും ഇടപെടൽ നടത്തുന്നതിന് മെമ്പറുടെ പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള പ്രദേശം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ സംയോജിത കാർഷിക വികസന പദ്ധതി ഫലപ്രദമായ വാർഡിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇത് പത്മിനി ആലോത്തും കണ്ടി, സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ. ഇവർ പഞ്ചായത്തിന്റെ കിടാരി പദ്ധതിയുടെ ഗുണഭോക്താവാണ്. പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ കിടാരി പദ്ധതി ഏറ്റവും അധികം പ്രയോജനപ്പെട്ടത് ഇവരെ പോലെയുള്ള വീട്ടമ്മമാർക്കാണ്. പശു വളർത്തലിൽ തന്റേതായ ഇടം കണ്ടെത്തിയ ക്ഷീര കർഷകയാണ് സാബിറ. സാബിറയുടെ പ്രധാന ഉപജീവന മാർഗവും പശു വളർത്തൽ തന്നെ. പഞ്ചായത്ത് ആവിഷ്കരിച്ച തീറ്റപ്പുൽ കൃഷി, ക്ഷീരഗ്രാമം, പാലിന് ഇൻസെന്റീവ് എന്നീ പദ്ധതികളുടെ ഉപഭോക്താവാണിപ്പോൾ സാബിറ. ആദ്യമായിട്ട് ഇപ്പൊ ഞാൻ 2010 തൊട്ട് ഞാൻ പഞ്ചായത്തിന്റെ സ്കീം പെടുത്തിക്കൊണ്ടാണ് പശു പരിപാലന പദ്ധതിയിലേക്ക് വന്നത്. പിന്നെ വീണ്ടും ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം 2018 പഞ്ചായത്തിന്റെ ക്ഷീരഗ്രാമം പദ്ധതി ഇത് പറഞ്ഞുകൊണ്ട് 2 പശുവിനെ എനിക്ക് പഞ്ചായത്ത് എടുത്തരികയും അതിൽ കൂടിയാണ് ഞാനിപ്പോ ഒരു 15 പശുവിൽ എത്തി നിൽക്കുന്നത്. മൃഗപരിപാലന പദ്ധതികളായ ആടുഗ്രാമം, കോഴിഗ്രാമം എന്നിവയ്ക്ക് 10ാം വാർഡിൽ വലിയ സ്വീകാര്യതയുണ്ടാക്കി. 127ഓളം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണിപ്പോൾ.
കേരള സർക്കാരും പഞ്ചായത്തും നടപ്പിലാക്കിയ ക്ഷേമപ്രവർത്തനങ്ങൾ തന്റെ വാർഡിലെ ജനങ്ങളിലേക്ക് കാലതാമസം വരുത്താതെ എത്തിച്ചു നൽകാൻ ഷിജി കൊട്ടാരക്കൽ അതീവ ശ്രദ്ധ ചെലുത്തി. പറഞ്ഞതും പറഞ്ഞതിലേറെയും ചെയ്തു തീർത്ത് ഷിജി തന്റെ ഭരണകാലാവധി പൂർത്തീകരിക്കുമ്പോൾ 10ാം വാർഡിലെ 5 വർഷങ്ങൾക്ക് പത്തരമാറ്റിന്റെ തിളക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം അവർ 10ാം വാർഡിന്റെ മുന്നണി പോരാളിയായി ഇനിയും ഉണ്ടാവണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്.